ഹായ്. വെക്കേഷൻ ഒരു ട്രിപ്പ് പോകണമെന്നുള്ളത് വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പ്ലാൻ ചെയ്ത് തുടങ്ങിയതാണ്. ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യണം. അത് നമ്മുടെ വണ്ടിയും കൊണ്ട് പോകാൻ പറ്റുന്ന ദൂരമായിരിക്കണം. നമ്മുടെ വണ്ടി കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി ഇലക്ട്രിക്കൽ വണ്ടിയാണേ. ഒരു ചാർജിങ്ങിൽ 200 കിലോമീറ്റേഴ്സ് പോകും. അങ്ങനെയാണ് ഞങ്ങൾ വാഗമൺ സെലക്ട് ചെയ്തത്. പോകുന്ന വഴിയിലുള്ള ഓരോ പ്ലേസസും കണ്ട് പോകാമെന്ന് വെച്ചിട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഒരു മറുമല വാട്ടർഫോൾസ് കാണിക്കുന്നുണ്ട്. അതുപോലെ അവിടെ എൻ്റെ ബോർഡൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്, കാണാനൊക്കെ നല്ല ഭംഗിയാണ്. വലിയ ചൂടൊന്നുമില്ല, എന്നാൽ നല്ല ചെറിയ തണുപ്പൊക്കെയുള്ള നല്ലൊരു കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ആരുടെയും ബഹളങ്ങളില്ല, ഒരുപാട് വണ്ടികളില്ല. നല്ല ശാന്തസുന്ദരമായ ഒരു സ്ഥലം കേട്ടോ. പക്ഷെ വാട്ടർഫോൾസ് ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ പകുതി വഴിയിലെത്തിയപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു ഫാമിലി ഞങ്ങളോട് ചോദിച്ചു എവിടെയാണ് ഈ മറുമല വാട്ടർഫോൾസ് എന്ന്. പക്ഷെ ഞങ്ങളും അത് തിരക്കി പോവുകയാണല്ലോ, ഞങ്ങൾക്കും അറിയില്ല അത് എവിടെയാണെന്ന്. അപ്പോൾ അവർ പറഞ്ഞത് ഗൂഗിളിൽ കാണിക്കുന്ന ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടും അവിടെ വാട്ടർഫോൾസ് ഒന്നും കണ്ടില്ല എന്നാണ്. പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ നിന്നില്ല, അവിടെ നിന്ന് തിരിച്ചിറങ്ങി പോന്നു കേട്ടോ. ഇനിയിപ്പോൾ എങ്ങും കയറാൻ നിൽക്കുന്നില്ല, നേരെ നമുക്ക് വാഗമണിലേക്ക് തന്നെ പോകാമെന്ന തീരുമാനത്തിലെത്തി. ഇടയ്ക്ക് നല്ലൊരു പ്ലേസ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് ഇറങ്ങി നിന്ന് ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെയാണ് പിന്നീട് പോയത്. നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു ആപ്പിളൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. ഞങ്ങളൊരു 6 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും നിങ്ങളെ കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ കേട്ടോ. ഈ ഇറങ്ങിയുന്ന പ്ലേസിൽ നല്ല തണുപ്പാണ്, എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോയി നിൽക്കുമ്പോൾ നല്ല ചൂടും. അപ്പോൾ ഇവിടെ തണുപ്പ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ വലിയൊരു പാറയുണ്ട്, അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം വാഗമണിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി ഒന്ന് ചാർജ് ചെയ്യണം. അതിനായിട്ട് ചാർജിങ് സ്റ്റേഷനിൽ അതിനെ ചാർജ് ചെയ്യാൻ ഇട്ടേക്കാണ്. ആ സമയത്ത് ഞങ്ങളിവിടെ ചുമ്മാ വെറുതെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഇത് കുരിശുമലയിലേക്ക് പോകുന്ന വഴിയാണ്. കുരിശുമലയിലൊക്കെ ഇതിന് മുന്നേ ഞങ്ങൾ പോയിട്ടുള്ളത് കാരണം പിന്നെ അങ്ങോട്ടേക്ക് കയറി പോകാൻ നിന്നില്ല കേട്ടോ. ആ സമയത്ത് വണ്ടിയുടെ വയറ് നിറയ്ക്കുന്ന ടൈമിൽ ഞങ്ങൾ ഒന്ന് വയറ് നിറയ്ക്കാൻ കയറിയേ. നല്ല ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആയിരുന്നു. അങ്ങനെ എന്തായാലും വയറ് നിറച്ചൊക്കെ കഴിച്ചതിന് ശേഷം വണ്ടിയുടെ വയറ് നിറച്ച് പിന്നെ ഞങ്ങൾ പോയത് പൈൻ വാലിയിലേക്കാണ്. ഈ പൈൻ വാലിയിൽ ഞങ്ങൾ മുന്നേ പോയിട്ടുള്ളതാണെങ്കിലും എനിക്ക് എത്ര പോയാലും മടുക്കാത്തൊരു സ്ഥലമാണ് ഈ പൈൻ വാലി. ചെറിയ ടിക്കറ്റ് ചാർജേ ഉള്ളൂ, പക്ഷെ നല്ല രസമാണ്. നല്ല ഉച്ച സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത്, എന്നാൽ പോലും നല്ല തണുപ്പാണ്. അതിനകത്തോടെ ഇങ്ങനെ അരിച്ചിറങ്ങുന്ന കിരണങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ, കാരണം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. കുറേ സമയം ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് പിന്നെ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയത്. അവിടെ നമ്മൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. എനിക്കാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് എണീച്ച് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് അടുത്തടുത്തേക്ക് പോകണമല്ലോ. അങ്ങനെ പിന്നെ തിരിച്ച് വരുന്ന വഴി മോന് ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും കൂടിയൊക്കെ മേടിച്ചു കൊടുത്തു. അങ്ങോട്ട് പോയപ്പോഴേ പുള്ളിക്കാരൻ വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു വരുമ്പോൾ മേടിച്ച് തരാമെന്ന് പറഞ്ഞാണ് പോയത്. അങ്ങനെ ഞങ്ങൾക്ക് അതിനകത്തുനിന്ന് ഓരോ കഷ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളേ, ബാക്കിയെല്ലാം അവൻ കഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. അവിടെ ഒരു ചെറിയ എൻട്രി ഫീസ് ഉണ്ട്. കാറ് ആണെങ്കിൽ 30 രൂപയും പിന്നെ 25 രൂപ വെച്ചാണെന്ന് തോന്നുന്നു എൻട്രി ഫീസ്. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കയറണമെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജാണേ. ഇതിപ്പോൾ എന്താണെന്ന് എൻ്റെ പേര് മറന്നു കേട്ടോ, എന്തോ റൈഡർ കോസ്റ്ററും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, സോറി കേട്ടോ. അപ്പോൾ മോനെ അതിനകത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടു നിൽക്കുന്നത് നമുക്ക് രസമായിരുന്നു, അവനും ഹാപ്പി ആയിരുന്നു കേട്ടോ. അതിൽ എനിക്കൊന്ന് കയറണമെന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ടാന്ന്. 150 റുപ്പീസാണേ. പുള്ളിക്കാരൻ അവിടെ നിന്ന് എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അവന് കുട്ടികളുടെ കാറിൽ കയറണമെന്ന് പറഞ്ഞിട്ട് അതിനും ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഗ്ലാസ് ബ്രിഡ്ജ് പക്ഷേ ഇപ്പോൾ ടെമ്പറലി ക്ലോസ്ഡ് എന്നാണ് പറഞ്ഞത്. എന്തോ മെയിൻ്റനൻസ് വർക്ക് നടക്കുകയാണ്. അതിന് ഗ്ലാസ് ബ്രിഡ്ജിൽ ഒരാൾക്ക് 250 റുപ്പീസാണ്. അതുണ്ടെങ്കിൽ എന്തായാലും അതിൽ കയറണമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ മോൻ കാർ ഓടിക്കുകയാണ്. പുള്ളിക്കാരന് വലിയ വശമില്ലല്ലോ, പക്ഷേ കയറ്റി ഇരുത്തിയിട്ട് അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാനും കൂടി കയറാമെന്നാണ് കരുതിയത്, പക്ഷെ അവർ പറഞ്ഞു വേണ്ട, കൊച്ചു കുട്ടികളുടെ കൂടെ ആളിനെ കയറ്റത്തുള്ളൂ എന്ന് പറഞ്ഞേ. എന്തായാലും അവൻ ഹാപ്പി ആയിരുന്നു. കുറേ സമയമൊക്കെ അത് ഓടിച്ച് ആദ്യം കുറച്ച് ബാലൻസൊക്കെ തെറ്റിയിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ അത്യാവശ്യം നന്നായിട്ടൊക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇനി ഞങ്ങൾ പോകുന്നത് ഫ്ലവർ ഗാർഡനിലാണ്. ക്രിസ്മസും ന്യൂ ഇയറൊക്കെ പ്രമാണിച്ച് അവിടെ മ്യൂസിക്കൽ നൈറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയത്, 24th.
അപ്പോൾ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. ഒരുപാട് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ അത്ര അങ്ങോട്ട് ഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. നല്ലൊരു ഹൈഡ്രാഞ്ചിയ കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്തേ. മോൻ പിന്നെ കിഡ്സ് പാർക്കിൽ കയറി കുറേ നേരം കളിച്ചു. ആ സമയത്ത് ഞാൻ ഈ മെലസ്റ്റോമയുടെയൊക്കെ വിഷ്വൽസ് എടുത്തതേ. നല്ല ഭംഗിയുണ്ടല്ലേ. നമ്മുടെ വീട്ടിൽ മെലസ്റ്റോമ ഉണ്ട്, എന്നാലും ഇതൊരു ബോർഡറായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ എന്തായാലും ഞങ്ങൾ ആരും വിട്ടുകൊടുത്തില്ല, ഞങ്ങൾ എല്ലാവരും ഊഞ്ഞാലിലൊക്കെ കുറച്ച് സമയം ആടി കേട്ടോ. ഇവിടെ കുറേ പോട്ട്സ് ഇങ്ങനെ മാറ്റിയിട്ടിരിക്കുന്നുണ്ടായിരുന്നേ. നൈറ്റ് ആകുമ്പോൾ അവിടെ നല്ല ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ ഉണ്ട്, കാണാൻ നല്ല രസമാണ്. പിന്നെ രണ്ട് സൈഡിലും നമ്മൾ ആ നടന്നു പോകുന്ന രണ്ട് സൈഡിലും പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ചൈനീസ് ബോൾസം ഒക്കെ അത്യാവശ്യത്തിനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു ഗ്രീൻ ഹൗസ് പോലെ അടിച്ചിട്ട് അതിനകത്ത് ആന്തൂറിയം പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചൈനീസ് ബോൾസം പിന്നെ നമ്മുടെ ഡെയ്സി ഒക്കെ ആയിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നത്. ഒരുപാട് ആന്തൂറിയം പ്ലാന്റ്സ് അത്യാവശ്യം ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ നല്ല ഭംഗിയുള്ള ആർച്ചുകളും നല്ല ഫ്ലവർ അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്റ്റാൻഡുകളൊക്കെ കണ്ടേ. ഈ ചൈനീസ് ബോൾസ് കണ്ടപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോ സ്റ്റെം എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ വെറുതെ ആഗ്രഹിച്ചു പോയി കേട്ടോ. പ്ലാന്റ്സ് മേടിക്കാനുള്ള ഒരു നഴ്സറി അവിടെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ അവിടെ ചെന്ന ടൈമിൽ അത് ക്ലോസ്ഡ് ആയിരുന്നേ. ഈ ഫ്ലവറിൻ്റെ പേര് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഈ സ്റ്റാൻഡുകളൊക്കെ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറഞ്ഞ സ്പേസിൽ നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് വെക്കാൻ പറ്റും. എനിക്ക് അതൊക്കെയാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മുടെ ഡെയ്സി പൂക്കൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിരുന്നെങ്കിലും നന്നായിരുന്നേനെന്ന് എനിക്ക് തോന്നി. നമ്മുടെ വീട്ടിലുള്ള ഡെയ്സി ഇതിനേക്കാളും കുറച്ചുകൂടെ ഹെൽത്തിയാണ്. അപ്പോൾ പിന്നെ രാത്രിയായപ്പോൾ വാട്ടർ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ട് വാട്ടർ ഡാൻസ് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ പോയത് കറക്റ്റ് ദിവസം തന്നെ ആയതുകൊണ്ട് ഇതെല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയേ. അത് കഴിഞ്ഞപ്പോൾ ഒരു DJ ഒക്കെ ഉണ്ടായിരുന്നു. മോൻ അതിൻ്റെ കൂടെ ഒരുപാട് ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി കളിക്കുകയൊക്കെ ചെയ്തു. അവൻ അങ്ങനെ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞങ്ങളും ചെറുതായിട്ടൊക്കെ ഒന്ന് ചാടി, അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകണം. ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം റൂമിലേക്ക് എത്താൻ. തിരിച്ചു വന്നപ്പോഴത്തേനും വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു പശു കിടപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോകണ്ടെന്നാന്ന് തോന്നുന്നു പുള്ളിക്കാരനെ ഉദ്ദേശിക്കുന്നത്.